ശ്രീകണ്ഠാപുരത്ത് UDF റോഡ് ഷോ നടത്തി. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിക്കൂറിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി സജി ജോസഫിനെ വീണ്ടും കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകാരം നൽകിയ സാഹചര്യത്തിൽ ഇരിക്കൂർ നിയോജക മണ്ഡലം UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠാപുരം പട്ടണത്തിൽ സജീവ് ജോസഫും നിയോജക മണ്ഡലം UDF നേതാക്കന്മാരും പ്രവർത്തകരും ചേർന്ന് റോഡ് ഷോ നടത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ UDF നേതാക്കൾ സജീവ് ജോസഫിന് ആവേശകരമായ വരവേൽപ്പ് നൽകി. ഓടത്ത് പാലത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി കോൺഗ്രസ് ഓഫീസിനു മുന്നിൽ സമാപിച്ചു. സ്ഥാനാർത്ഥി സജീവ് ജോസഫിനൊപ്പം UDF നേതാക്കളായ തോമസ് വക്കത്താനം, CK മുഹമ്മദ്, PT മാത്യു, TNA ഖാദർ, ഡോക്ടർ KV ഫിലോമിന, EV രാമകൃഷ്ണൻ, KP ഗംഗാധരൻ, ജോജി വട്ടോളി, NP സിദ്ദിഖ്, NP റഷീദ്, ജോസ് വട്ടമല, ബിജു പുളിയൻതൊട്ടി, MO ചന്ദ്രശേഖരൻ, ജോഷി കണ്ടത്തിൽ, വർഗീസ് വയലാമണ്ണിൽ, വിജിൽ മോഹനൻ, സിന്ധു ബെന്നി, ജയശ്രീ ശ്രീധരൻ, പ്രിൻസി ജോർജ്, നസീമ ഖാദർ, EK കുര്യൻ, R ശശിധരൻ, തങ്കച്ചൻ മാത്യു, PT കുര്യാക്കോസ്, അബിൻ വടക്കേക്കര, ബാബു പള്ളിപ്പുറം, ജിയോ ജേക്കബ്, സാബു മണിമല, ടെൻസൻ കണ്ടത്തിങ്കര, ടെൻസൻ ആലക്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഒരിക്കൽ കൂടി പാർട്ടിയും മുന്നണിയും ഒരവസരം നൽകിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ്, വളരെ പ്രതീക്ഷയോടെയാണ് UDF നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. മാത്രമല്ല, സർക്കാരിൻ്റെ കർഷകരോടുള്ള, അതുപോലെ തന്നെ നമ്മുടെ മലയോര മേഖലയോടുള്ള അവഗണന, അത്തരത്തിലുള്ള വികസന വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്ത് കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷവും MLA എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി നാടിൻ്റെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ലഭിച്ചിരുന്നു. അത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഇനിയും ഏറെ ചെയ്യാനുണ്ടെന്ന് എനിക്കറിയാം. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. വരാനിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ മലയോര മേഖലയുടെ നഷ്ടപ്പെട്ടു പോയ വികസന പ്രവർത്തനങ്ങൾ തിരിച്ചു കൊണ്ടുവരാനും നമ്മൾ ആഗ്രഹിക്കുന്ന വികസന പന്ഥാവിലേക്ക് കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് പോകാനും സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈ അടയാളത്തിൽ വോട്ടുകൾ നൽകി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നന്ദി.